എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ തുടങ്ങാം. ഓക്കെ. അപ്പോൾ നമുക്കറിയാം, ഒരു കൃഷിയിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നതാണ് രോഗങ്ങളും കീടങ്ങളും. അപ്പോൾ രോഗങ്ങളും കീടങ്ങളും കൺട്രോൾ ചെയ്താൽ തന്നെ നല്ല രീതിയിൽ വിളവ് കിട്ടും. അപ്പം ജൈവ രീതിയിൽ നമുക്ക് ഏറ്റവും സേഫായിട്ട് തന്നെ രോഗങ്ങളെയും കീടങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്, നശിപ്പിക്കുന്ന ചില പ്രോഡക്റ്റ് ഉണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും പ്രയോജനമുള്ള 2 പ്രോഡക്റ്റുകളാണ് SPCയുടെ ക്യൂർ പ്ലസും ബയോഗാർഡും. ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം ആദ്യമേ പറയാമെന്ന ക്യൂർ പ്ലസ്. ക്യൂർ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രോഗങ്ങൾ പ്രധാനമായിട്ട് വരുന്നത് നമുക്ക് ബാക്ടീരിയ മുഖേനയും അതോടൊപ്പം തന്നെ ഫംഗസ് വഴിയുമാണ്. പിന്നെ വൈറസ് വഴിയും വരും. പക്ഷെ ഫംഗസും ബാക്ടീരിയയുമാണ് നമ്മുടെ ചെടികളിൽ ഏറ്റവും, പ്രത്യേകിച്ച് മഴക്കാലം അങ്ങ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രശ്നമാണ് അല്ലേ. ഇപ്പോൾ ഏറ്റവും പ്രശ്നം നേരിടുന്നത് നമുക്ക് ഈ ഇഞ്ചിയിലാണ്. ഇഞ്ചി മുഴുവൻ ചീഞ്ഞു പോകുന്നു, ഫംഗസ്. അതുപോലെ തന്നെ ധൃതവാട്ടം, കുരുമുളക്, അതുപോലെ തന്നെ നെല്ലിന്, ഇതിനെല്ലാത്തിനും പലതരത്തിലുള്ള ഫംഗസും ബാക്ടീരിയ. അതുപോലെ പച്ചക്കറികളിൽ ഏറ്റവും പ്രശ്നം വരുന്നത് വാട്ടരോഗം ഇല്ലേ. അതായത് മഞ്ഞയ്ക്കാതെ തന്നെ, ചെടിയുടെ ഇലകൾക്ക് മഞ്ഞ നിറം വരാതെ തന്നെ പെട്ടെന്ന് ചെടി വാടിപ്പോകുന്നതാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ഒരു ചെടി, ഇപ്പോൾ ഒരു തക്കാളിയോ വഴുതനയോ മുളകോ ഒക്കെ ആണെങ്കിലും അതിനകത്ത് നിറച്ച് പൂവും കായും ഉണ്ടായിരിക്കുന്ന സമയത്താണ് നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് ചെടി അങ്ങോട്ട് വാടിപ്പോകുന്നത്. അത് പ്രധാനമായിട്ട് എന്തുകൊണ്ടാണ്? ബാക്ടീരിയ മുഖേന ഉണ്ടാകുന്ന രോഗമാണ് വട്ടരോഗം എന്ന് പറയും. അപ്പം ഇതിനൊക്കെ എങ്ങനെ നമ്മളുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കാം, അതോടൊപ്പം തന്നെ ഇത് ഏതൊക്കെ രോഗങ്ങൾക്ക് ഉപയോഗിക്കാം, എങ്ങനെ ഇതിനെ നമുക്ക് ഏത് രീതിയിലൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ക്യൂർ പ്ലസ്. ക്യൂർ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു ജൈവ നിയന്ത്രണിയാണ്, ജൈവിക നിയന്ത്രണി. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രകൃതിക്കോ മനുഷ്യർക്കോ ഭൂമിക്കോ അതോടൊപ്പം തന്നെ പക്ഷി മൃഗാദികൾക്കോ ആർക്കും ദോഷം വരില്ലെന്ന് മാത്രമല്ല, മണ്ണിൽ നമുക്ക് ഉപകാരപ്രദമായ സൂക്ഷ്മജീവികൾക്കും ഇതുകൊണ്ട് ഒരു ദോഷവുമില്ല എന്നുള്ളതാണ് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പല ഫംഗിസൈഡുകളും ഉപയോഗിക്കുമ്പോൾ അത് വെള്ളത്തിൽ ചേരുകയും വെള്ളം നശിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഉപയോഗിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ശ്വസിക്കുന്നവർക്ക് ഉപയോഗിക്കുന്ന പ്രശ്നം വരുന്നത്, നമ്മൾ ഏത് പ്രോഡക്റ്റിനാണോ അതോ ഏത് പ്ലാന്റിനാണോ നമ്മളത് ഉപയോഗിച്ചത്, ആ പ്ലാന്റിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ആ പ്രോഡക്റ്റിന്, അതിനും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കെല്ലാം പല രീതിയിലുള്ള രോഗങ്ങൾ വരുന്നു, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ ഇതെല്ലാം മാറി നമുക്ക് ഏറ്റവും സേഫായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഈ രോഗങ്ങളെ മാറ്റാം, അതാണ് നമ്മളുടെ ഏറ്റവും ഫലവത്തായ ഒന്ന് ക്യൂർ പ്ലസ്. അപ്പം ഇത് ഏതൊക്കെ ചെടികളിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അതായത് പ്രശ്നങ്ങൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾക്ക് മനസ്സിലാക്കണം, ഇത് രോഗമാണോ കീടമാണോ. പലർക്കും ഇപ്പോഴും രോഗമാണോ കീടമാണോ ഒരു ചെടിയെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റൂല. പക്ഷെ അത് ആരുടെയും കുറ്റമല്ല, അത് വളരെയധികം എക്സ്പെരിമെന്റ്സ്, അതായത് നമുക്ക് പലതരത്തിലുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്ത് നോക്കി നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. മാത്രമല്ല ഇത് കണ്ടുപിടിക്കാനാണെങ്കിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള എക്സ്പീരിയൻസും വേണം. എന്നാൽ മാത്രമേ അത് കണ്ട് മനസ്സിലാക്കി പല ഇപ്പം ഒരു വാട്ടരോഗം വരുമ്പോൾ ഒരു ടെസ്റ്റ് ഉണ്ട്, ഊസ് ടെസ്റ്റ് എന്ന് പറയും. അതിൽ കൂടി നമ്മൾ, അതായത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്സിൽ നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക. ആ വെള്ളത്തിലേക്ക് നമ്മൾ ഏത് ചെടിയാണോ വാട്ടരോഗം ബാധിച്ച അതൊന്ന് മുറിച്ചിട്ട് ഈ വെള്ളത്തിലേക്ക്, അതൊരു എക്സ്പെരിമെൻ്റ് ആണ്, അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പാട പോലെ ഒരു സാധനം ഇങ്ങനെ ഊറി വരുന്നതായിട്ട് കാണാം. അതാണ് ഊസ് ടെസ്റ്റ് എന്ന് പറയും. ആ ടെസ്റ്റിലൂടെ, അതൊരു എക്സ്പെരിമെൻ്റ് ആണ്, അതിലൂടെ നമുക്ക് അത് എന്ത് രോഗമാണെന്ന് അതാണ് ബാക്ടീരിയൽ വാട്ടർ. അതായത് പലതരത്തിലുള്ള രോഗങ്ങളും നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് ചില സിംറ്റംസും അതുപോലെയുള്ള കാര്യങ്ങളും കൊണ്ടാണ് മനസ്സിലാകുന്നത്. നമുക്ക് കുറേ നാളുകൾ ഓരോ ചെടികളെയും നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഈ ഫംഗസ് ബാക്ടീരിയ രോഗങ്ങളെ
തടയുന്ന ഒന്ന് തന്നെയാണ് ഏത് നമ്മുടെ ക്യൂർ പ്ലസ്. അതായത് വാട്ടരോഗം, ഇലപ്പുള്ളി രോഗം, ഡൗണി മിൽഡ്യൂ തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമായ ദോഷകരമായ ഫംഗസുകളെയും ബാക്ടീരിയകളെയും ഇത് നശിപ്പിക്കുന്നു. അതായത് ചെടികളിൽ വേരുകളിൽ കൂടി വരുന്ന പല രോഗങ്ങളുണ്ട് ഇല്ലേ? വേരുകളിൽ കൂടി എന്താ വരുന്നത്? അതായത് ശരിക്കും നമ്മൾ ഈ ക്യൂർ പ്ലസ് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗസുകളും ബാക്ടീരിയകളും വേരുകളിലേക്ക് ഒരു സംരക്ഷണ കവചം പോലെ, അതായത് അതിനെ ചുറ്റി അതിനെ ഒരു എന്താ പറയുക ഇൻസുലേഷൻ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്തു വെക്കും. അങ്ങനെ വരുമ്പോൾ എന്താ ഗുണം? മറ്റുള്ള ഉപദ്രവകാരികളായ ഫംഗസുകൾക്കോ ബാക്ടീരിയകൾക്കോ ഈ വേരിൽ കൂടി നമുക്ക് കയറാൻ പറ്റത്തില്ല. ഓൾറെഡി ഇവരിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുക വേരുകളെ. അതാണ് ഇവിടെ നടക്കണം. അതുകൊണ്ടാണ് നമ്മൾ ക്യൂർ പ്ലസ് മണ്ണിൽ കൊടുക്കണം എന്ന് വളരെ നിർബന്ധപൂർവ്വം പറയുന്നത്. അപ്പോൾ വേരുകളിൽ അപ്പം ഇലകളിലും ഇങ്ങനെ തന്നെ. ഇലകളിൽ നമ്മൾ ഇത് കൊടുക്കുമ്പോൾ ആ ഇലകളിൽ ഒരു സംരക്ഷണ കവചം തീർക്കുകയാണ്. എന്നിട്ട് ദോഷകരമായ രോഗാണുക്കൾ വളരുന്നത് അവിടെ തടയും. അത് അവിടെ അനുവദിക്കുകയില്ല. ഇത് ചെടികളിൽ കടന്നു ചെല്ലുമ്പോൾ ഒരു ഇത് ആന്തരിക പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. അതായത് ഈ ചെടികളുടെ വേരുകളിൽ കൂടി അത് അകത്തേക്ക് കയറിപ്പോകുന്നു. ഇൻഡ്യൂസ്ഡ് സിസ്റ്റമിക് റെസിസ്റ്റൻസ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ഇൻഡ്യൂസ് ചെയ്യും, അത് വേരിൽ കൂടി ഒരു ചെടിയുടെ ഉള്ളിലേക്ക് കയറുകയും അത് ഉള്ളിൽ കയറി അത് ആക്ടിവേറ്റ് ആകും. അപ്പോൾ ആ ചെടിക്ക് രോഗപ്രതിരോധശേഷി വർദ്ധിക്കുന്നു. മാത്രമല്ല ബാക്ടീരിയകളെയും വൈറസിനെയും ബാക്ടീരിയയും ഫംഗസുകളെയും അത് ഉപദ്രവകാരികളായവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മാത്രവുമല്ല ഇത് നമ്മൾ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ വേരുകൾ വളരും. വേരുകൾ ശക്തിയായിട്ട് വളരും. അതോടൊപ്പം തന്നെ മണ്ണിൽ നമുക്ക് ഉപയോഗമുള്ള പല മൂലകങ്ങളെയും ചെടി വലിച്ചെടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പം ഫോസ്ഫറസിനെ വലിച്ചെടുക്കാൻ സാധിക്കുന്നു. അതുപോലെ ഇരുമ്പ് തുടങ്ങിയ നമുക്ക് ഒരു ചെടിക്ക് ആവശ്യമായ പല മൂലകങ്ങളെയും ഈ നമ്മളിപ്പോൾ ക്യൂർ പ്ലസ് കൊടുക്കുന്നതുകൊണ്ട് ചെടിക്ക് വലിച്ചെടുക്കുവാനുള്ള ഒരു കഴിവ് വരുന്നു. മാത്രമല്ല അമിതമായ വരൾച്ച ഉണ്ടായെന്ന് ഓർത്തു. നമുക്കൊരു ചെടിയിൽ ഏറ്റവും പ്രശ്നം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ വരൾച്ചാ ഘട്ടങ്ങളിൽ. അങ്ങനെ ഇരിക്കുന്നപ്പോൾ ആ ഘട്ടങ്ങളിലാണേലും ചെടിക്ക് ഒരു പ്രതിരോധ ശേഷി വർദ്ധിക്കാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ ലവണാംശം കൂടിയ മണ്ണിൽ, അതായത് പല ഉപ്പ് അതുപോലെ പല ലവണങ്ങൾ കൂടിയ മണ്ണിൽ കൂടി ചെടികൾക്ക് വളത്തെ എടുക്കാൻ പറ്റൂല. അങ്ങനെയുള്ള പ്രശ്നത്തെ പ്രതിരോധിക്കാനായിട്ട് ഈ നമ്മുടെ ക്യൂർ പ്ലസ് കൊടുക്കുന്നത് കൊണ്ട് സാധ്യമാവുന്നു. അപ്പം ഇത് നമുക്ക് പലതരത്തിലും ചെടികളിൽ കൊടുക്കാം. പലതരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 തരത്തിലാണ്. ഒന്ന്, നമുക്ക് വിത്ത് പാകുന്ന സമയത്ത് വെള്ളത്തിൽ ഒഴിച്ചിട്ട് അത് വിത്തിലിട്ടിട്ട് നമുക്ക് കൊടുക്കാം. രണ്ടാമത് നമ്മൾ കൊടുക്കുന്ന ജൈവ വളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. മൂന്നാമത് നമുക്ക് മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം, ട്രെഞ്ചിങ്. ഈ ട്രെഞ്ചിങ് ആണെങ്കിലും ഇത് എല്ലാത്തിനും ഏകദേശം ഇത് 10 ml 1 ലിറ്റർ വെള്ളം എന്ന അനുപാതത്തിൽ കലക്കിയിട്ടാണ് ചെടികളിൽ കൊടുക്കേണ്ടത്. പിന്നെ ഇത് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇപ്പം മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ബയോഗ്രോത്ത് 5 ml കൂടി കൊടുക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. അതോടൊപ്പം തന്നെ ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ മുകളിലും അടിയിലും ഒരുപോലെ തന്നെ സ്പ്രേ ചെയ്യണം. കാരണം എത്ര ഉണ്ടോ ഉള്ള ഫംഗസിനെയും അതോടൊപ്പം തന്നെ ബാക്ടീരിയയെ മുഴുവൻ നശിപ്പിക്കേണ്ടത് കൊണ്ട് തന്നെ. അപ്പം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ബയോസ്ട്രൈക്കും ഇതിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിച്ചാൽ കൂടുതൽ ഗുണം. മാത്രവുമല്ല ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പശ അല്ലെങ്കിൽ ജൈവ രീതിയിൽ ഉണ്ടാക്കുന്ന സോപ്പ്, ഒരു മഞ്ഞ കളറിലെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന സോപ്പില്ലേ, അത് നമ്മൾ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഇങ്ങനെ ചൂടാക്കുമ്പോൾ അത് അല്ലെങ്കിൽ നല്ലോണം ഇളക്കി അത് ഡൈല്യൂട്ട് ചെയ്ത് അത് ഇതിൻ്റെ കൂടെ കുറച്ച് ചേർക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇലകളിൽ കൊടുക്കുമ്പോഴാട്ടോ, ഇലകളിൽ അതൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും, പെട്ടെന്ന് വാഷ് ഔട്ട് ചെയ്ത് പോകാതിരിക്കാനായിട്ട് അത് സഹായിക്കും. പിന്നെ ഇത് വേരുകളിൽ ഇത് കൊടുക്കുന്നത് കൊണ്ട് വേരുകൾക്ക് നല്ല ഒരു ഹോർമോൺ കിട്ടുന്നു. അതായത് ചെടികൾക്ക് പെട്ടെന്ന് വളരാനുള്ള ഒരു ഹോർമോൺ കിട്ടുന്നു. നമ്മൾ പ്യുവർ പ്ലസ് കൊടുക്കുന്നത് കൊണ്ടുള്ള പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന ജൈവ രീതിയിലല്ലാത്ത
ആയിട്ട് ഫംഗിസൈഡുകൾ ഉപയോഗിക്കുമ്പോൾ ചെടിക്ക് മോശമാണ്. ചെടിയിലെ അതിന് വളർച്ചയെ എല്ലാം ഇങ്ങനെ താഴ്ത്തുവാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ ഈ ക്യൂർ പ്ലസ് കൊടുക്കുമ്പോൾ അതിലെ പ്രത്യേക ഹോർമോൺ ചെടി തന്നെ വളരാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് സാധ്യമാകുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഏതൊക്കെ ചെടികളിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതായത് പച്ചക്കറികളിലെ വാട്ടരോഗം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുളക്, വഴുതന, അതുപോലെ തന്നെ തക്കാളി, ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മഞ്ഞ നിറം ആകാതെ തന്നെ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ ചെടി ഉണങ്ങി നിൽക്കുന്നു. രാവിലെ ചിലപ്പോൾ ഇച്ചിരി ഫ്രഷ് ആയിട്ടിരിക്കും, വൈകുന്നേരം ആകുമ്പോഴായിരിക്കും നല്ല രീതിയിൽ അത് വാടി നിൽക്കുന്നതാണ്. അത് ബാക്ടീരിയൽ വാട്ടം. അതോടൊപ്പം തന്നെ കൊക്കോ, കുരുമുളക് എന്നിവ ഏറ്റവും പ്രശ്നമുള്ളത് ദ്രുതവാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടി അങ്ങ് ഉണങ്ങുക. അത് ഒരു തരം പെട്ടെന്ന് ഉണങ്ങി പോവുക. അതാണ് നമുക്ക് ഇതിനെ കൊടുക്കുന്നത് കൊണ്ട് മാറ്റാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ പല തൈകളും നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും തൈകൾ തന്നെ അങ്ങ് ചീഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. അതോടൊപ്പം തന്നെ വേര് ചീയൽ. ഇപ്പം ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന ഇതിനാ നമ്മുടെ ഇഞ്ചിയിൽ ഇപ്പം ഭയങ്കര പ്രശ്നമാണ് വേര് ചെയ്യും. അതോടൊപ്പം തന്നെ ഇലപ്പുള്ളി രോഗങ്ങൾ, പലതരത്തിലുള്ള ഇലപ്പുള്ളി രോഗങ്ങൾ ഫംഗസ് കൊണ്ട് വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കവുങ്ങില് വരുന്ന മഹാളി രോഗം, ഇത് എല്ലാം ഇത് ഒരൊറ്റ മരുന്ന് കൊടുക്കുന്നത്. അതായത് ഈ ഒരു ഫംഗിസൈഡായിട്ടും ഇത് ബാക്ടീരിയ മാറ്റുന്നതായിട്ടും എല്ലാം ഈ ഒരൊറ്റ സാധനം തന്നെയാണ്, ക്യൂർ പ്ലസ് തന്നെ കൊടുക്കുന്നതുകൊണ്ട് മാറ്റാൻ പറ്റും. അപ്പം തന്നെ ചെടികളുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും മണ്ണിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനും എല്ലാം നമുക്കിത് ഉപയോഗിക്കാം. അപ്പം മണ്ണിലുള്ള രോഗാണുക്കളെ തടയുന്നു. വാട്ടരോഗം, വേര് ചീയൽ, അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു പ്രശ്നം വരുന്നതാണ് ഈ കപ്പ ചീഞ്ഞു പോകും. കപ്പ പറിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നോക്കുമ്പോൾ മുഴുവൻ അതായത് കിഴങ്ങ് ചീയലാണ്. അത് കപ്പയ്ക്ക് തന്നെയല്ല, കപ്പയുണ്ട്, അടിയിലുള്ള ഇഞ്ചിക്കുണ്ട്, അതുപോലെ തന്നെ പല മണ്ണിനടിയിൽ വളരുന്ന പല ചെടികളുടെയും കിഴങ്ങുകൾ തന്നെ ചീഞ്ഞു പോവുക. അതോടൊപ്പം തന്നെ ഈ പഴുത്തു വരുന്ന പേരയ്ക്ക പഴുക്കാതെ തന്നെ അതിൻ്റെ ഉള്ള് ചീഞ്ഞു പോവുക. അതുപോലെ തന്നെ പടവലം പോലത്തെ പച്ചക്കറികൾ അതൊക്കെ ചീഞ്ഞു പോവുക. ഇതെല്ലാം ഒരുതരം ബാക്ടീരിയ കൊണ്ടുവരുന്നതാണ്. അതോടൊപ്പം തന്നെ അതിനകത്ത് ചില ഫംഗസുകളും വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും നശിപ്പിക്കാനായിട്ട് കായകൾ ചീഞ്ഞു പോകുന്നു. ഇതിനെല്ലാം കാരണം അത് ഈ ബാക്ടീരിയനെയും ഫംഗസിനെയും ഈ ഒരൊറ്റ മരുന്ന് കൊടുക്കുന്നത് കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ചെടികളിലെ വേര് ചീഞ്ഞ് ഒരു കറുത്ത നിറത്തിലേക്ക് വരും. ചിലപ്പോൾ നിങ്ങൾ വേരിനെ പയ്യെ തോണ്ടി നോക്കുമ്പോൾ പറയാം വേര് ശരിക്കും സാധാരണ നമുക്കറിയാം വേരുകൾക്ക് നമ്മൾ ആദ്യത്തെ ഒരു തൊലി പോലത്തത് മാറ്റുമ്പോൾ നല്ല ഒരു വെള്ളയിലെ ഒരു ക്രീം കളറായിരിക്കണം. പക്ഷേ നമ്മൾ ഈ ഫംഗസും ബാക്ടീരിയയൊക്കെ ബാധിച്ച ചെടികളുടെ വേരുകൾ നമ്മൾ നോക്കുമ്പോൾ എന്തായിരിക്കും, കറുത്ത നിറത്തിലാണ് ഇരിക്കും. അതോടൊപ്പം തന്നെ ഇപ്പം കുരുമുളകിലെ ദ്രുതവാട്ടം, ഈ തെങ്ങിനകത്തെ ഒരു രോഗമുണ്ട് ചെന്നീരൊലിപ്പ്, അതുപോലെ തന്നെ കൂമ്പ് ചീയൽ, ഇതെല്ലാം ഫംഗസ് ആണ് കേട്ടോ. ഫൈറ്റോഫ്തോറ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഫംഗസ് ഉണ്ടാക്കുന്ന രോഗമാണ്. അപ്പം ഇതിനെ കൺട്രോൾ ചെയ്യണം. പിന്നെ കവുങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞ മഹാളി രോഗം, ഇപ്പം ഇഞ്ചി, മഞ്ഞൾ, പച്ചക്കറികൾ, അതിനകത്തൊക്കെ വരുന്ന ഫംഗസ് രോഗങ്ങൾ, ബാക്ടീരിയൽ, തക്കാളി, പച്ചമുളക്, വഴുതനകളിൽ വരുന്ന ബാക്ടീരിയൽ വാട്ടം, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ക്യൂർ പ്ലസ് മതി. പിന്നെ കരിന്തുരുമ്പ് എന്ന് പറയും, കരിന്തുരുമ്പ് രോഗം, അതായത് ഈ കുരുമുളകിലൊക്കെയാണ്. കുരുമുളകിൻ്റെത് നമ്മൾ നോക്കുമ്പോൾ ഈ തുരുമ്പിൻ്റെ കറ പോലെ പൊട്ട് പോലെ വരും ചെടികളിൽ. അതൊരു കരിന്തുരുമ്പ് രോഗമാണ്. ആ രോഗങ്ങളെ മാറ്റാനായിട്ട് വരുന്നു. പിന്നെ ചീയൽ രോഗം, ഇലകളെല്ലാം വെറുതെ അങ്ങ് ചീഞ്ഞു പോവുക, ഇത് ഫംഗസ് ആണ് കേട്ടോ. പിന്നെ ചില ചെടികളുടെ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത്, മണ്ണും ചെടിയുമായിട്ട് ടച്ച് ചെയ്യുന്ന ആ ഭാഗം അങ്ങോട്ട് ചീഞ്ഞു പോകുന്ന രോഗം. പിന്നെ കിഴങ്ങുകൾ തന്നെ ചീഞ്ഞു പോകുന്ന രോഗം. പിന്നെ ഇതെല്ലാം ഇപ്പം ഇഞ്ചി, മഞ്ഞൾ, കിഴങ്ങ് ചീയൽ ഉണ്ട്. പിന്നെ ഏലത്തിൻ്റെ പ്രശ്നം അല്ലെ, അഴുകല് ഫൈറ്റോഫ്തോറ, അതോടൊപ്പം തന്നെ ഫ്യൂസേറിയം,
ഇതുപോലെയുള്ള ഫംഗസുകളുടെ പ്രശ്നങ്ങൾ കൊണ്ട് വരുന്നതാണ്. ഇതിനെ മാറ്റാൻ പറ്റും. പിന്നെ ഈ പപ്പായ പലപ്പോഴും അതെ, ആ കായയും ചീയും, അതോടൊപ്പം തന്നെ അതിൻ്റെ വേരും ചീയും. ചെടി നല്ല മഴയുള്ളപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പെട്ടെന്ന് മഞ്ഞളിച്ച് അതങ്ങ് ഒടിഞ്ഞു പോവുക ഇല്ലേ? അതുപോലെ പിന്നെ വാഴയ്ക്കും ഉണ്ട് പ്രശ്നം. വാഴയും ഇതുപോലെ തന്നെ മഞ്ഞളിച്ച് ഇലകളെല്ലാം മഞ്ഞളിച്ച് പെട്ടെന്ന് ചെടി തന്നെ നശിച്ചു പോകുന്ന ഒരവസ്ഥ വരുന്നു. ഇതെല്ലാം ബാക്ടീരിയകളും ഫംഗസുകളും ചെടികളിൽ വരുത്തുന്ന പല രോഗങ്ങളുടെ കാരണങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഫ്യൂസേറിയം വിൽറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, അതാണ് ഒരു വാട്ടരോഗം. പിന്നെ മണ്ണിലെ ഫംഗസ് ബാധ കാരണം ചെടിയുടെ ഇലകൾ മഞ്ഞളിച്ച് ഇങ്ങനെ താഴോട്ട് തൂങ്ങിയിരിക്കും. ചെടി മുഴുവനായിട്ട് വാടി ഉണങ്ങുകയും ചെയ്യും. അതാണ് ഈ രോഗം, ഫ്യൂസേറിയം എന്ന് പറയുന്ന രോഗം. അത് ഇപ്പം ഒരുപാട് പ്ലാന്റ്സിന് വരുന്ന ഒരു രോഗം. അത് തക്കാളി, പയറുവർഗ്ഗങ്ങൾ, വഴുതന, വെണ്ട, പച്ചമുളക്, ഏലം, ചന്ദനം, ഇതിനെല്ലാം ഈ ഫ്യൂസേറിയം എന്ന് പറയുന്ന ഒരു രോഗം വന്നിട്ട് ഫ്യൂസേറിയം രോഗം വരുത്തി ചെടിയെ നശിപ്പിക്കുന്നുണ്ട്. തൈകള് വീണു പോകുന്ന ഒരു രോഗം. ഈ നമ്മൾ ആദ്യമായിട്ട് ചെടികളൊക്കെ നടുന്നതിന് മുമ്പ് നഴ്സറി പ്രായമുള്ള ചെടികൾ ചിലപ്പോൾ നമ്മൾ നടാനിരിക്കുന്ന സമയത്തായിരിക്കും. അപ്പം അതിൻ്റെ ആ തണ്ട്, ഏറ്റവും അടിഭാഗത്തെ തണ്ട് തന്നെ ഒന്ന് ചെറിയ രീതിയിൽ ചീച്ചൽ പോലെ വന്നിട്ട് അതിന് വണ്ണം ഇങ്ങനെ കുറഞ്ഞിട്ട് കറുത്ത നിറമായിട്ട് അങ്ങ് ഒടിഞ്ഞ് താഴോട്ട് വീണു പോകുന്ന ഒരു രോഗം. അതുപോലെ തന്നെ നമ്മൾ തവാരണകളിൽ വെക്കുന്ന ചെടികൾക്കും അങ്ങനെ വരാറുണ്ട് ഇല്ലേ? വിത്ത് മുളപ്പിച്ചുന്ന തൈക്ക് തണ്ട് മണ്ണിലോട്ട് ചേർക്കുന്ന ഭാഗത്ത് വെച്ച് ചീഞ്ഞൊടിഞ്ഞു വീഴുന്നു. പ്രധാനമായിട്ട് അത് വരുന്നത് നമുക്ക് മുളക്, തക്കാളി, ക്യാബേജ്, കോളിഫ്ലവർ, പപ്പായ, ഇതിനെല്ലാം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം എന്തുകൊണ്ടാണ്? പല ഉപദ്രവകാരികളായ ഫംഗസുകളും ബാക്ടീരിയകളും ചെടികളിൽ ഉണ്ടാക്കുന്ന രോഗങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പിന്നെ തണ്ട് ചീയൽ, തണ്ട് തന്നെ ചീയും, കായ തന്നെ ചീയും. ഇതെല്ലാം ലക്ഷണം ചെടിയുടെ തണ്ടിലും കായകളിലും കറുത്ത അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിലുള്ള പാടുകൾ വരും. ആദ്യം അതാണ് അതിൻ്റെ ലക്ഷണമായിട്ട് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് അത് അഴുകി അങ്ങോട്ട് പോകും. പ്രധാനമായിട്ട് ബാധിക്കുന്ന പാവല്, പടവലം ഇല്ലേ, ഇതിനൊക്കെ വരുന്നുണ്ട്. പന്തൽ പച്ചക്കറികൾക്കും അതുപോലെ പച്ചക്കറികൾക്കും എല്ലാം ഇതുപോലെ വരുന്നുണ്ട്. ഈ പപ്പായയ്ക്കും ഇതുപോലെ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം ജാതിക്കായകളെല്ലാം ചീഞ്ഞ്, അതായത് വെള്ളക്കായ ആയിരിക്കുമ്പോൾ തന്നെ അതിന് മൂപ്പെത്താതെ തന്നെ അത് ചീഞ്ഞ് ഉണങ്ങിപ്പോവുക. അതോടൊപ്പം തന്നെ തേങ്ങയ്ക്കും ഒരു കറുത്ത നിറത്തിൽ വന്ന് അത് ഒരു വെള്ളയ്ക്ക പരുവം കഴിഞ്ഞ് ഒരു ഇച്ചിരി വലുതാവുന്ന സമയത്ത് അത് ചീഞ്ഞ് അങ്ങോട്ട് താഴോട്ട് വീണു പോവുക. അടയ്ക്കയെ സംബന്ധിച്ച് അതും ഇതുപോലെ തന്നെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ, ചെറിയ അടയ്ക്കൾ തന്നെ അതിൻ്റെ മൂടുഭാഗം നമുക്ക് നോക്കുമ്പോൾ ഒരു കറുത്ത നിറമായിട്ട് മുഴുവനും വാടി താഴോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ കവുങ്ങിൻ്റെ ഇത് പെട്ടെന്ന് നമുക്കറിയാം, ഒരു മഞ്ഞളിപ്പ് വരിക, ഇല മുഴുവൻ മഞ്ഞളിച്ച് അതൊരു ഫംഗസ് രോഗമാണ്. ആ കൂമ്പ് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കും. ബാക്കി ഭാഗങ്ങളെല്ലാം ആദ്യമേ മഞ്ഞളിച്ച് താഴോട്ട് ഇലകൾ ചാഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ചെടിയോടെ താഴോട്ട് മറിഞ്ഞു പോകും. ഇതെല്ലാം ഫംഗസ് ബാക്ടീരിയകൾ വരുത്തുന്ന പലതരം രോഗങ്ങളാണ്. ഈ രോഗങ്ങളെല്ലാം ചെറുക്കാനായിട്ട് നമ്മുടെ സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് SPCയുടെ QR+. പിന്നെ ഇതെന്താ ചെയ്യുന്നതെന്നറിയാമോ? ഇത് ദോഷകാരികളായ മറ്റു ഫംഗസുകളുടെ ശരീരത്തിലേക്ക് ഇത് പടർന്നങ്ങ് കയറി അവയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല വേരുകളുടെ ചുറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വേഗത്തിൽ ഒരു വളയം, സംരക്ഷണ കവചം പോലെ അതങ്ങോട്ട് ഉണ്ടാക്കും. എന്നിട്ട് അതുകൊണ്ട് എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള രോഗം വരുത്തുന്ന ബാക്ടീരിയയോ അതോടൊപ്പം തന്നെ ഫംഗസോ അവിടെ കയറാനായിട്ട് പറ്റത്തില്ല. കാരണം ഓൾറെഡി ഇവരെ അങ്ങോട്ട് അതിൻ്റെ ചുറ്റും അങ്ങ് വളയം തീർത്ത് ഒരു സംരക്ഷണ കവചം പോലെ നിർത്തുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ എന്താണ് QR+. QR+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രോഗം വരുത്തുന്ന ഫംഗസുകളെയും ബാക്ടീരിയകളെയും എല്ലാം നശിപ്പിക്കുന്ന
നമ്മുടെ ഉപദ്രവകാരികളായ എല്ലാത്തിനെയും നശിപ്പിക്കുന്ന ഒരു ആൻറ്റി ഫംഗൽ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ബയോ കൺട്രോളാണ് നമ്മുടെ QR+. അപ്പം QR+നെ കുറിച്ച് ഇത്രയാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് എഴുതിയെടുക്കാം, പതുക്കെ അതിനെ മനസ്സിലാകുന്ന രീതിയിൽ പറയാം. അതായത് മണ്ണിൻ്റെ ആരോഗ്യവും വേരുവളർച്ചയുടെയും പോഷക ലഭ്യത ഇവ മെച്ചപ്പെടുത്തുക, ഇതിനെല്ലാം മണ്ണിലൂടെയും വായുവിലൂടെയും പകരുന്ന എല്ലാവിധ രോഗങ്ങളെയും നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യുന്ന ഒരു ബയോ കൺട്രോളാണ് QR+. മനസ്സിലായോ? അതായത് വേരിൽ കൂടിയും വരുന്നതും അന്തരീക്ഷത്തിൽ കൂടി വരുന്നതിനെ എല്ലാത്തിനെയും ഇത് കൺട്രോൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ രോഗാണുക്കളെ ചെറുക്കുകയും മാറ്റുകയും ചെയ്യുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ 2 മൺസൂണിന് മുമ്പും നമുക്കറിയാം എപ്പോഴും രോഗങ്ങൾ വരും എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ ആ വരാതിരിക്കാനായിട്ട് ചെറുക്കാനായിട്ട് നമുക്ക് 2 മൺസൂണിന് മുമ്പും ഇതൊരു പ്രിക്കോഷനായിട്ട് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഈ ശരിക്കും ജാതി അതുപോലെ ഏലം അതിനൊക്കെ ഏറ്റവും പ്രശ്നമായിട്ട് വരുന്നത് നല്ല മഴക്കാലത്തിന് മുമ്പ് തന്നെ. അപ്പോൾ ആ വലിയ മഴയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ ഇത് ഒന്ന് ചെടികളിലും മണ്ണിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു രോഗം വരികയേ ഇല്ല. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു മണ്ണിൽ ഒരു ഈർപ്പവും അതിന് ഒരു ജൈവാംശവും മണ്ണിലുണ്ടെങ്കിൽ അത് അവിടെ തന്നെ കുറേ നാളത് അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് അത് ഇവയ്ക്കെല്ലാം ഒരു കവചം തീർത്ത്, വേരുകൾക്കെല്ലാം കവചം തീർത്ത് ചെടികളെ രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് ഇത് പ്രവർത്തിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനം. പിന്നെ ഇത് മണ്ണിൽ നമുക്ക് ഉപയോഗിക്കാം. മണ്ണിൽ ഉപയോഗിക്കുന്നതിന് നമുക്ക് 1 ഏക്കറിലേക്ക് 6 ലിറ്റർ വേണ്ടി വരും. അതുപോലെ ഡ്രിപ്പ് ഇറിഗേഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു 2 മുതൽ 4 ലിറ്റർ നമുക്കിത് പ്രോഡക്റ്റ് വേണ്ടി വരും. പിന്നെ സീഡ് ട്രീറ്റ്മെൻറ്റിൽ ഉപയോഗിക്കാം. അതായത് 1 കിലോ സീഡിന് നമുക്ക് ഒരു 10 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ആ നമുക്ക് ആ സീഡ് മുക്കി വെച്ചിട്ട് ചെയ്യാം. പിന്നെ അതോടൊപ്പം തന്നെ വേരിൽ മുക്കുന്ന രീതി. ഇന്നത്തെ കാലത്ത് നമ്മളറിയാം, നമ്മളെല്ലാം തന്നെ പ്ലാന്റ്സ് വാങ്ങിയാണ് നടുന്നത് അല്ലേ, തൈകൾ. അപ്പോൾ അതിനെയാണെങ്കിലും നമുക്ക് വേര് ഇതിനകത്ത് 1 ലിറ്റർ വെള്ളത്തിൽ 20 ml കലക്കി വെക്കുക. അതിനുശേഷം ഈ നമ്മുടെ ഈ പ്രോഡക്റ്റ് നമ്മുടെ ഈ വേര്, ചെടിയുടെ വേര് അതിനകത്ത് ഒരു 20 മുതൽ 30 മിനിറ്റ് മുക്കി വെക്കുക. മനസ്സിലായി? അപ്പോൾ ഇത് വേര്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സംരക്ഷണ കവചം വേരിലേക്ക് ആക്കും. അപ്പം തന്നെ അത് ആ ചെടി സംരക്ഷണത്തിലായി. പിന്നെ നമ്മൾ അതുകൊണ്ട് നട്ടാൽ മതി. പിന്നെ ഇലകളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിനാണെങ്കിൽ ഒരു 6 തൊട്ട് 10 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ അടിയിലും മുകളിലും നല്ല രീതിയിൽ കുളിപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ വേറെ 2-3 കാര്യങ്ങൾ പറയാനുള്ളത്, രാസ ഫംഗിസൈഡുകൾ ഇതിൻ്റെ ഒപ്പമോ ഇത് ചെയ്ത ഉടനെ ഒന്നും ഉപയോഗിക്കരുത്. കാരണം ഇതിനെ അങ്ങ് നശിപ്പിച്ചു കളയും. 2-മത്തെ കാര്യം, ശക്തമായ സൂര്യപ്രകാശം ഉള്ളപ്പോൾ ഇത് ചെയ്യരുത്. 3-മത്തെ കാര്യം, വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതാണ് ഇത് നല്ലത്. 4-മത്തെ കാര്യം, ഒരു മണ്ണിൽ ഒരു ഈർപ്പം, മണ്ണിലും അന്തരീക്ഷത്തിലും ഒരു ഈർപ്പം ഉള്ളപ്പം വേണം. എന്നാലേ അത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ കൊടുക്കുന്ന അപ്പോൾ മാത്രമല്ല അത് ഗുണം. അത് അവിടെ ഇരുന്ന് ഒരു നല്ല അതിന് വളരാനുള്ള സാഹചര്യം കിട്ടിയാൽ അത് അവിടെ വളരുകയും പിന്നെ അത് അവിടെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. പിന്നെ നമുക്കറിയാം, ഏറ്റവും പ്രധാനമായിട്ട് നമുക്കിത് ജൈവവളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ജൈവവളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറിച്ച് ചെയ്യുക എന്ന് പറയും. അതായത് 100 കിലോ നമ്മുടെ വളത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഒരു 90 കിലോ വളത്തിൻ്റെ കൂടെ കുറച്ച് വേപ്പും പിണ്ണാക്കും കൂടി ഇടുന്നത് നന്നായിരിക്കും. എന്നിട്ട് നമ്മുടെ 1 ലിറ്റർ ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു തണലത്ത് മൂടി വെക്കുക. 5 ദിവസത്തിന് ശേഷം അതൊന്ന് തുറന്നിട്ട് ഇച്ചിരി കൂടി വെള്ളമൊക്കെ തളിച്ചു കൊടുത്തിട്ട് ഒരു ഇച്ചിരി ഈർപ്പം ഉള്ള രീതിയിലാക്കി വെക്കുക. ഇത് ജൈവവളത്തിൻ്റെ കൂടെ, കോഴിക്കാഷ്ടത്തിൻ്റെ കൂടെ, ആട്ടിൻ കാഷ്ടത്തിൻ്റെ കൂടെ എല്ലാം നമുക്ക് എൻറിച്ച് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അതൊരു മുഴുവനും ഒരു പൂപ്പൽ പോലെ ബാധിച്ചിട്ടുണ്ടാവും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മണ്ണിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് മതിയെന്ന് മാത്രമല്ല, ആ
ഈ ഞാൻ പറഞ്ഞില്ലേ, നമുക്കിപ്പോൾ ആദ്യമേ തന്നെ ഈ ഫംഗസ് രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് ആ ഏത് ചെടി നടുമ്പോഴും ഇതുപോലെ ഒരു എൻറിച്ച് ചെയ്തത് ഇട്ട് കുറച്ച് കൊടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ വളരെ അത് ആ മണ്ണിൽ കൂടി അങ്ങനെ പ്രശ്നങ്ങളില്ല. ആദ്യമേ നമ്മൾ ചെടികളൊക്കെ നടുമ്പോൾ പലപ്പോഴും പഴുപ്പ് രോഗം പോലെ വന്ന് നശിക്കാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇതിട്ട് കൊടുക്കുവാണെങ്കിൽ അങ്ങനെ രോഗമൊന്നും വരത്തില്ല, ഒരു തരത്തിലുള്ള രോഗങ്ങളും വരാതിരിക്കും. പിന്നെ ഇത് നമ്മൾ തുറന്നൊന്നും വെക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ നല്ല വെയിൽ സൂര്യൻ്റെ ഡയറക്റ്റ് കിട്ടുന്ന രീതിയിൽ വെക്കാൻ പാടില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കുലുക്കിയിട്ട് എടുക്കുക. അതൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പം സസ്യങ്ങളെ ബാധിക്കുന്ന മിക്ക ഫംഗസ് രോഗങ്ങൾക്കും ബാക്ടീരിയൽ രോഗങ്ങൾക്കും എതിരെ ഇത് പ്രവർത്തിക്കുന്നു. അതുപോലെ വേരുചീയൽ, തൈചീയൽ, ഇലപ്പുള്ളി രോഗം, വാട്ടരോഗം എന്നിവയെ ഫലപ്രദമായി തന്നെ തടയാനായിട്ട് ഇത് സാധിക്കുന്നു. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബയോട്ടിക് സസ്യങ്ങൾക്ക് ദോഷം ചെയ്യുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ചെടികളുടെ വളർച്ച കൂട്ടുന്നു, വേരുകൾ നന്നായി വളരാനായിട്ട് ഇത് സഹായിക്കുന്നു. അതായത് മണ്ണിലെ പോഷണങ്ങളെ എളുപ്പത്തിൽ വലിച്ചെടുക്കുവാനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് സാധിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഫോസ്ഫറസ്, ഇരുമ്പ്, പൊട്ടാസ്യം പോലുള്ള മൂലകങ്ങളെ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു. ചെടിയുടെ വേരുമായി പ്രവർത്തിച്ച ചെടിയുടെ ഉള്ളിലേക്ക് ചെടിയുടെ ഉള്ളിൽ കയറി ചെടികൾക്ക് അന്തർവ്യാപന ഒരു രോഗങ്ങളെ എതിർക്കുവാനുള്ള ശക്തി കിട്ടുന്നു ഇത് കൊടുക്കുന്നത് കൊണ്ട്. പിന്നെ നമുക്കറിയാം ഇത് പൂർണ്ണമായിട്ടും ജൈവമാണ്, സേഫാണ്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മണ്ണിനോ മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ പ്രകൃതിക്കോ ഉണ്ടാക്കുന്നില്ല. മാത്രവുമല്ല ഉപദ്രവകാരികളായ എല്ലാ ബാക്ടീരിയകളെയും അതോടൊപ്പം തന്നെ ഫംഗസുകളെയും ഇവ നശിപ്പിക്കുന്നു. ഇപ്പം ഇത്രയാണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ, നമ്മൾ QR+ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വൈകുന്നേരങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത് ഏറ്റവും സേഫ്. കാരണം ഇത് ഞാൻ ജീവനുള്ളത് കൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ മണ്ണിൽ അല്പം ഈർപ്പം, അന്തരീക്ഷത്തിലാണെങ്കിലും കുറച്ച് ഈർപ്പം നിലനിർത്തിക്കൊണ്ട് തന്നെ ഉപയോഗിക്കാം. അപ്പൊ ഇത്രയാണ് രോഗങ്ങൾ വരുത്തുന്ന നമ്മളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് നമുക്ക് കൊടുക്കുന്ന QR+. ഇനി നമുക്ക് കീടം, ഞാൻ നേരത്തെ പറഞ്ഞ 2 പ്രശ്നങ്ങളാണ് നമുക്ക് ഒരു വെല്ലുവിളിയായിട്ട് തന്നെ ഉള്ളത്. ഒന്ന് രോഗവും, അടുത്തത് എന്താണ്? കീടവും. കീടം, ഇനിയിപ്പം നമ്മൾ പറയാൻ പോകുന്നത് കീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഏത് ചെടികളിൽ ഏത് സാധനവും ക്രമത്തിലധികം വളർന്നാലാണ് അത് കീടമാകുന്നത്. ഇപ്പം ഒരു വലിയ തോട്ടത്തിൽ ഒരു കുറച്ച് വല്ലതും വന്ന് കയറിക്കഴിഞ്ഞാൽ അതങ്ങനെ കീടം എന്ന് പറയില്ല. അതങ്ങനെ അന്തരീക്ഷത്തിലെ തന്നെ ഒരു എക്കോ സിസ്റ്റം തന്നെ അതിനെ നശിപ്പിക്കും. പക്ഷേ ക്രമത്തിലധികമായിട്ട് അത് വളർന്നു വന്നാൽ അതെന്താവും? അതാണ് കീടമായി മാറുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കീടങ്ങളെ കുറിച്ച് അടുത്തത് നമുക്ക് പറയാം. കീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കീടങ്ങളുണ്ട്. ഒന്ന് വേരുകളിലുള്ള കീടങ്ങൾ, രണ്ടാമത് ചെടികളുടെ ഇലകളിൽ വരുന്ന കീടങ്ങൾ, അതോടൊപ്പം തന്നെ കായകളിൽ വരുന്ന കീടങ്ങൾ, അതോടൊപ്പം തന്നെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ, അതോടൊപ്പം തന്നെ കടിച്ചു തിന്നുന്ന കീടങ്ങൾ, അതോടൊപ്പം തന്നെ വേരിനെ എല്ലാം നശിപ്പിച്ച് കീടങ്ങൾ, പിന്നെ ശരിക്കും വണ്ടുകളുടെ പുഴുക്കൾ, അതിൻ്റെ ചെറിയ ചെറിയ മുട്ടകൾ, ഇതെല്ലാം ചെടികളിലെ പ്രശ്നമാണ്. ഒരു ചെടിയെ വളർന്നു വരുമ്പം ഒരു തരത്തിലുള്ള പലതരത്തിലുള്ള കീടങ്ങളാണ് ചെടിയെ ആക്രമിക്കുന്നത്. അപ്പം നമുക്ക് കീടങ്ങളുടെ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മളുടെ കീടനാശിനി എന്ന് തന്നെ പറയാം, ബയോ കൺട്രോളാണ് കേട്ടോ. നമ്മളുടെ ബയോ കൺട്രോൾ നമ്മൾ മണ്ണിൽ കൊടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ചെടികളിൽ ഏൽക്കുന്നതുകൊണ്ട് ചെടിക്ക് ഒരു തരത്തിലുള്ള ദൂഷ്യങ്ങളോ മണ്ണിനോ ഒന്നും വരുന്നില്ല. അതായത് രാസ കീടനാശിനികളെ പോലെ ഇവ മണ്ണിലെ സ്വാഭാവിക ഘടനയെയോ
ഉപകാരികളായ സൂക്ഷ്മജീവികൾക്കോ കേടുവരുത്തുന്നില്ല. മനുഷ്യർക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും വരുത്തുന്നില്ല. നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ രാസ കീടനാശിനികൾ ഉപയോഗിച്ചാണ് ഓരോ പച്ചക്കറിയും നമുക്ക് കിട്ടുന്നത്. തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ 2 തരത്തിലാണ് ഉണ്ടാക്കുന്നത്. അതായത് അവർക്ക് വേണ്ടി ഒന്ന്, നമുക്ക് കേരളത്തിലേക്ക് വേണ്ടി വേറൊന്ന്. ഇപ്പൊ ഓണക്കാലത്ത് അപ്പൊ ഈ കീടനാശിനികൾ മുഴുവനും നമ്മളുടെ ശരീരത്തിലേക്ക് ചെന്ന് നമ്മളുടെ ആന്തരിക അവയവങ്ങൾക്കെല്ലാം കേടുവരുത്തുന്നു. പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ, ക്യാൻസർ വരുന്നു, വൃക്ക തകരാറ്, കിഡ്നി പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഒത്തിരി വയറിന് തന്നെ എന്താ പറയുക, ഈ വയറുവേദനകൾ, ആമാശയത്തിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം വരുന്നത് ഏറ്റവും പ്രധാനമായിട്ട് കീടനാശിനികളിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ വെള്ളം മുഴുവനും മലിനമാകുന്നുണ്ട് ഇല്ലേ? ഈ കീടനാശിനികൾ ഉപയോഗിച്ച മഴയത്ത് വെള്ളത്തിലേക്ക് ഇതെല്ലാം കൂടി ഒഴുകിച്ചെന്ന് അത് എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പം ഇത് നമ്മുടെ കീടത്തെ നിയന്ത്രിക്കാനാണ് ബയോഗാർഡ്. ഈ ബയോഗാർഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ്, ഒരു തരത്തിലുള്ള പ്രകൃതിക്കോ മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ഒന്നിനും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും വരാതെ തന്നെ കീടങ്ങളെ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു നല്ല പ്രോഡക്റ്റാണ് SPCയുടെ ബയോഗാർഡ്. അപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾക്ക് 3 തരത്തിലുള്ള കീടങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ചെടികളിൽ സക്കിംഗ് പെസ്റ്റ് എന്ന് പറയും. സക്കിംഗ് പെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരൂറ്റി കുടിക്കുന്ന, അവിടെ തന്നെ ഒരിടത്ത് ഇരുന്നിട്ട് നീരൂറ്റി കുടിക്കുന്ന ഒരു തരം ഇത്. പിന്നെ ചെടികളുടെ ഇലകൾ, അതോടൊപ്പം തന്നെ കായ, ഇപ്പം ഏത് ചെടി, ഇപ്പം കായ എന്ന് പറഞ്ഞാൽ പഴവർഗ്ഗങ്ങളിലാണ്, പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ വെജിറ്റബിൾസിന്, ഇതിനെല്ലാം ഇലകളെ എല്ലാം കടിച്ച് തിന്ന് അവിടെ തുളയുണ്ടാക്കുകയോ അല്ലെങ്കിൽ ഹരിതകം മുഴുവൻ നശിപ്പിക്കുകയോ ചെയ്യും. ഇപ്പം ചിത്രകീടം എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ഒരു ഇലകളിൽ നോക്കുമ്പോൾ എന്തോ ഇഴഞ്ഞ പാട് പോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഒരു ചിത്രകീടം എന്ന് പറയുന്ന ഒരു കീട. ആ കീടം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പോകുന്ന ഹരിതകം നശിപ്പിച്ചു കളയുവാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മാവിലൊക്കെയാണെ ഒത്തിരി കീടങ്ങളുണ്ട്. കൂടുകെട്ടിപ്പുഴുണ്ട്. കൂടുകെട്ടിപ്പുഴു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറാല പോലെ നിങ്ങൾക്ക് തോന്നും, ഒന്നിച്ചു കൂടി നിന്നിട്ട് അതിൻ്റെ അകത്ത് മുഴുവൻ പുഴുക്കള, ഒരു പച്ച കളറിലെ. അതോടൊപ്പം തന്നെ ഇലമുറിയൻ വണ്ടുകൾ ഇല്ലേ, അതോടൊപ്പം തന്നെ തളിരിലകൾ തിന്നുന്ന പുഴുക്കൾ, അതെല്ലാം പുഴുക്കളാണ്, പുഴുക്കൾ. ഈ പുഴുക്കളെ എല്ലാത്തിനെയും ഇവ നശിപ്പിക്കും. പിന്നെ എന്താ, വണ്ടുകൾ, പലതരത്തിലുള്ള കുഞ്ഞു വണ്ടുകളുണ്ട്. അതൊക്കെ കൂടുതലും ഇങ്ങനെ വലിച്ചു കുടിക്കുന്ന. പിന്നെ വേരുപുഴുക്കൾ, വേരിനെ നശിപ്പിക്കുന്ന പലതരത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതായത് സസ്യ ഷഡ്പദങ്ങളെ തൽക്ഷണം നശിപ്പിക്കുന്നു. ഷഡ്പദങ്ങളാണ് ഇതെല്ലാം. ഇവയ്ക്കെല്ലാം നമ്മൾ നോക്കുമ്പോൾ 6 കാലുള്ള ഷഡ്പദങ്ങൾ. എല്ലാം നശിപ്പിക്കുന്നതിനെ നമ്മളുടെ ഈ ബയോഗാർഡ് കൊടുക്കുന്നത് കൊണ്ട് നശിപ്പിക്കുന്നു. അതായത് ഇലകളുടെ അടിയിലും തണ്ടിലും ഒളിഞ്ഞിരിക്കുന്ന മുഞ്ഞ എന്ന് പറഞ്ഞാൽ ഫിറ്റ്സ്, എല്ലാവർക്കും അറിയാമായിരിക്കും. മുഞ്ഞ വെള്ളക്കളറിലെ അറിയാലോ. പിന്നെ ഇലപ്പേനുകൾ, ഇലപ്പേൻ ട്രിപ്സ് എന്ന് പറയും, ഇലപ്പേനുകൾ. അതോടൊപ്പം തന്നെ വെള്ളീച്ച, വൈറ്റ് ഫ്ലൈ. നമ്മൾ ഇപ്പൊ പേരയിലൊക്കെയാണ്, ഇപ്പൊ തെങ്ങിലും ഒക്കെ ഉണ്ട്, നമ്മളുടെ ഇലയുടെ അടിയിൽ ഒരു പൂപ്പല് പോലെ കുഞ്ഞു, നമ്മൾ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ അതിങ്ങനെ പറന്നു പോകുന്നതാണ്. അതൊക്കെ സക്കിംഗ് പെസ്റ്റാ. അതോടൊപ്പം തന്നെ മാവും അത് മറ്റുള്ള ചെടികളിലേക്ക് മീലി ബഗ്, ഇതൊക്കെ ഇങ്ങനെയുള്ള എല്ലാത്തിനെയും ഇവ നമ്മുടെ ബയോഗാർഡ് അതിൻ്റെ മേത്ത് നേരിട്ട് പതിക്കുമ്പോൾ അവയെല്ലാം 24 മണിക്കൂറിനുള്ളിൽ, 24 തൊട്ട് 48 മണിക്കൂറിനുള്ളിൽ ഇത് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഷഡ്പദങ്ങളുടെ ഉള്ളിലേക്ക് കയറിയിട്ട് അതിൻ്റെ ഒരു പിക്ചർ ഉണ്ടായിരുന്നില്ല, അത് കയറിയിട്ട് അതിനെ മൊത്തം ഇങ്ങനെ വലയം ചെയ്ത് അതിനെ അങ്ങ് നശിപ്പിച്ചു കളയും. അതിനെ നശിപ്പിക്കുന്നു മാത്രമല്ല, അത് മറ്റുള്ള അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടവരുടെ അസുഖം വരുത്തി അതിനെ നശിപ്പിക്കും. അതാണ് ഇതിൻ്റെ ഗുണം. അപ്പം
വേരോടെ അതിനെ രണ്ടിനെയും നശിപ്പിക്കും. ഒരു 48 മണിക്കൂറിനുള്ളിൽ തന്നെ കീടങ്ങളെ പൂർണ്ണമായിട്ട് തന്നെ ഇവ നശിപ്പിച്ചു കഴിയുന്നു. അതായത് ഇലയുടെ മുകളിൽ തളിക്കുമ്പോൾ കീടങ്ങൾ പരത്തുന്ന പല വൈറസ് രോഗങ്ങളെ നമ്മൾ ഇത് കൺട്രോൾ ചെയ്യും. കാരണം ഈ വൈറസ് രോഗങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായ മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പം പപ്പായയുടെ ഇതിനകത്തൊക്കെ ഒരു ഇലപ്പുള്ളി, ഈ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലപ്പുള്ളി രോഗം പോലെ വരുന്നതാണ്. ഇവ ഇങ്ങനെ വരുന്ന രോഗങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ വൈറസുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു മരുന്ന് ഇപ്പം കെമിക്കലിലും ആരും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ വൈറസിനെ പരത്തുന്നത് ആരാ? ഇതുമാതിരിയുള്ള കീടങ്ങളാണ്. മനസ്സിലായോ? അപ്പം ഒരു ചെടിയിൽ ഒരു വൈറസ് വന്നാൽ ആ ചെടിയിലും നമ്മൾ മറ്റേ ചെടിയിലും നമ്മുടെ ബയോഗാർഡ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റേ ചെടിയിലേക്ക് പകരൂല, വൈറസിനെ പകർത്തൂല. ഇത് പകർത്തുന്ന കീടങ്ങളെ ഇത് നശിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ. പിന്നെ ഇതായത് ഇലകളുടെ മുകളിലും താഴെയും ഉൾപ്പെടെ ചെടിയുടെ ബാഹ്യഭാഗങ്ങൾ മുഴുവൻ തളിക്കണം, എന്നാലേ അത് ആ കീടങ്ങളുടെ അങ്ങനെ തളിക്കുമ്പോൾ കീടങ്ങളും അവയുടെ മുട്ട, ലാർവ എല്ലാം നശിച്ചു. അതായത് ഈ ഒരു ഇലയുടെ അടിയിലായിരിക്കും എല്ലാം ഇങ്ങനെ മുട്ട. ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, ഇല കമത്തി നോക്കുമ്പോൾ ഇങ്ങനെ കുരുരാന്ന് മുട്ട കാണാം. ഇത് നമ്മളുടെ ബയോഗാർഡ് ആ ഇലയുടെ അടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ആ മുട്ടകളെയും അത് നശിപ്പിക്കും, പുഴുക്കളെ നശിപ്പിക്കും. അതോടൊപ്പം തന്നെ മണ്ണിൽ അതിൻ്റെ ലാർവ ഉണ്ട്, അതിനെ നശിപ്പിക്കും. അപ്പം മണ്ണിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്തൊക്കെയാ ഗുണങ്ങൾ? മണ്ണിലുള്ള വേരുതീനി പുഴുക്കൾ, അതോടൊപ്പം തന്നെ കുഴിയാന എന്ന് വെച്ചാൽ അറിയാം, അത് ഈ ചെടികളുടെ വേരുകളെ നശിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കുണ്ടളപ്പുഴുക്കൾ എന്ന് പറയും, അറിയാവോ? അതായത് കൊമ്പൻ ചെല്ലി മുട്ടയിടുന്നത് ജൈവാംശത്തിലോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ജൈവ വളങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ചാണകത്തിലോ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത് മുട്ടയിടുന്നത്. ഈ പുഴുക്കളെ അതോടൊപ്പം തന്നെ ഈ ചുമന്ന ചെമ്പൻ ചെല്ലിയുടെ പുഴുക്കളെ, അതായത് പുഴുക്കളുടെ മേത്ത് വീഴണം, ഒഴിച്ചാൽ അത് ചാകും. ഈ രണ്ട് പുഴുക്കളെയും നമുക്ക്, അതോടൊപ്പം തന്നെ കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും, രണ്ട് ചെല്ലികളും ഈ നമ്മുടെ ബയോഗാർഡ് ഉപയോഗിച്ചാൽ ചത്തു. പക്ഷെ അതിൻ്റെയൊക്കെ മേത്ത് വീഴണം എന്നുള്ളതാണ് പ്രധാനം. അതോടൊപ്പം തന്നെ അതിൻ്റെ പുഴുക്കളെയും ഇത് നശിപ്പിക്കും. അപ്പോൾ ശരിക്കും ഈ കൊമ്പൻ ചെല്ലി വന്ന് അതിനകത്ത് ഉണ്ടെങ്കിൽ നമ്മളപ്പോൾ അതിൻ്റെ മേത്ത് വീഴത്തക്ക രീതിയിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ കൊമ്പൻ ചെല്ലി അപ്പം തന്നെ അതിനൊരു രോഗങ്ങൾ വരുത്തുകയാണ് ചെയ്യുന്നത്. ഒരു 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ അതിനെ രോഗം വരുത്തി അതിനെ നശിപ്പിച്ചോളൂ. അപ്പം മണ്ണിലാണെങ്കിൽ മണ്ണിൽ ഇവിടെ സാന്നിധ്യത്തിൽ ഇത് ഉണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ മണ്ണിൽ നമ്മൾ കൊടുക്കുമ്പോൾ മണ്ണിലൊരു ജൈവാംശവും ഒരു ഈർപ്പവും ഉണ്ടെങ്കിൽ ആ മണ്ണിൽ അതുണ്ട്. അതിനെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആദ്യമേ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ കാണും. അങ്ങനെയുള്ള മണ്ണിൽ ഇത് ഒരു പ്രതിരോധ ശേഷി വർദ്ധിക്കും. അതായത് പിന്നെ ഇതുങ്ങളെ പെട്ടെന്ന് വരത്തില്ല. അത് അവിടെ ആ മണ്ണിൽ കൊണ്ട് വല്ലതും നട്ടാലും ഇത് അവിടെ വളർന്നു വരുവാണെങ്കിൽ അതുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ മറ്റുള്ളവയെ പോലെ ഇപ്പം ശരിക്കും രാസകീടനാശിനികൾ എന്നൊക്കെ പറയുമ്പോൾ എന്നാ, അത് കൊടുക്കുമ്പോൾ ആ മുട്ടുന്നിടത്തെ അതങ്ങ് നശിച്ച് പിന്നെ അതിൻ്റെ മണം പോയി, അത് പോയി. പക്ഷെ ഇതല്ല, ഇത് അങ്ങനെയല്ല. അത് അവിടെ വളരും. അതൊരു എക്കോ സിസ്റ്റം അതിന് വളരാനുള്ള ഉണ്ടെങ്കിൽ അതവിടെ വളരുകയും ഇതുപോലെയുള്ള കീടങ്ങൾ എപ്പോൾ വന്നാലും അതിനെ അസുഖങ്ങൾ വരുത്തി അതിനെ എല്ലാം കൊന്നുകളയുകയും ചെയ്യും. അപ്പം ഇതുപോലെ മണ്ണിൽ ഇതുണ്ടാകുമ്പോഴത്തേക്കും മണ്ണിന് തന്നെ ഒരു രോഗപ്രതിരോധ ശേഷി അതുപോലെ തന്നെ ഇത് കൊടുക്കുന്നത് കൊണ്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം നീരൂറ്റി കുടിക്കുന്ന എല്ലാ കീടങ്ങളെയും, വെള്ളീച്ച, അതോടൊപ്പം തന്നെ ഇലപ്പേൻ, മുഞ്ഞ, ഇവയ്ക്ക് എല്ലാത്തിനും ഏറ്റവും ഫലപ്രദമായത് തന്നെയാണിത്. അതോടൊപ്പം തന്നെ ഇലത്തീനി പുഴുക്കൾ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഇങ്ങനെ പച്ച നിറത്തിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ട്, ഇപ്പം നാരകത്തേലും ഒക്കെ വലിയതായിട്ട് കാണാം. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും.
ഞാനിതെല്ലാം പ്രത്യേകിച്ച് കാണുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശരിക്കും എന്താ പറയുക, വെണ്ടയുടെ അകത്തൊക്കെ ഒരു ഇങ്ങനെ കൂട് കെട്ടിപ്പിടും, ഇങ്ങനെ അകത്ത് കയറി അത് പുഴുക്കൾ ഉണ്ടായി വരും. പിന്നെ വലിയ പച്ച നിറത്തിലുള്ള പുഴുക്കൾ, ശലഭ പുഴുക്കൾ, അതുപോലെ തന്നെ മീലി ബഗുകൾ, വണ്ടുകൾ, തണ്ടുതുരപ്പൻ പുഴുക്കൾ. അങ്ങനെ ഇപ്പം ഈ തണ്ടുതുരപ്പൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിത് കൊടുക്കുമ്പോൾ ഇത് മണ്ണിലൂടെ നമ്മൾ കൊടുക്കുമ്പോൾ അത് വേരി കൂടി ചെടിയിലെ അകത്തേക്ക് പ്രവേശിക്കുകയും ആ തണ്ടുതുരപ്പനെ നശിപ്പിക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ചാണകത്തിലും ജൈവാംശത്തിലും വളരുന്ന കുണ്ടളപ്പുഴുക്കൾ ഏറ്റവും പ്രശ്നമുള്ള ഒന്ന് ചിതൽ ഇല്ലേ. ഇപ്പം ലോണൊക്കെ പിടിപ്പിക്കുന്നവർ ഏറ്റവും പ്രശ്നമായിട്ട് പറയുന്നതാണ് അത് മുഴുവനും ചിതൽ കയറി നശിപ്പിക്കുന്നു. പിന്നെ തെങ്ങിൻ്റെ ഉള്ള കൊമ്പൻ ജെല്ലി, ചെമ്പൻ ജെല്ലി, ഇവയുടെ പുഴുക്കൾ, ഇവയ്ക്കെല്ലാം ഈ ഒരൊറ്റ സാധനം കൊടുത്താൽ മതി. അപ്പൊ ഏതൊക്കെ ചെടികൾക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു വിധത്തിലുള്ള എല്ലാ പുഴുക്കൾക്കും അവിടെ ലാർവ, പ്യൂപ്പ എല്ലാത്തിനും നമുക്ക് ഈ ഒരൊറ്റ സാധനം കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് കൊടുക്കുന്നത് ഒന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള, വെയിലാറിയ ശേഷം മാത്രം കൊടുക്കുന്നതാണ് നല്ലത്. കടുത്ത വെയിലോ അതല്ലെങ്കിൽ കടുത്ത മഴയോ ഉള്ളപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെതായ ദൂഷ്യഫലങ്ങൾ. പിന്നെ കുമിൾ നാശിനികളുമായിട്ട് ഒരിക്കലും ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഇത് നമുക്ക് മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം. ഇലകളിൽ തളിച്ചു കൊടുക്കുമ്പോഴും മണ്ണിലും അന്തരീക്ഷത്തിലും കുറച്ച് ഈർപ്പം വേണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സന്ധ്യാസമയത്തായിരിക്കണം, ഒരു ഈർപ്പവും വേണം. അതോടൊപ്പം ഇതിന് കുറച്ച് നാളത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ പശ ചേർത്ത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ മഞ്ഞ കളറിലുള്ള ബാർ സോപ്പ് ഉണ്ട് ഇല്ലേ, ജൈവ ബാർ സോപ്പ്, അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കി കുറച്ച് ഇതിനകത്തേക്ക് ഇട്ട് വേണേലും നമുക്ക് കൊടുക്കാം. അങ്ങനെ കൊടുത്തുകൊണ്ട് ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മണ്ണിലൊഴിക്കുമ്പോഴല്ല, സ്പ്രേ ചെയ്യുമ്പോൾ അത് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയും കുറച്ച് നാളത്തേക്ക് അതിന് അവിടെ നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇതും നമ്മൾ കൊടുക്കുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഒരു കാരണവശാലും ഇത് ഉപയോഗിക്കുമ്പം സൂര്യപ്രകാശമുള്ള ഭയങ്കര നേരത്തെ മറ്റേ ക്യൂർ പ്ലസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സൂര്യപ്രകാശം ഡയറക്റ്റ് കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാൻ പാടില്ല. ഒരു തണലുള്ള സ്ഥലത്ത് വെക്കുക. തുറന്നൊന്നും വെക്കാൻ പാടില്ല. ഉപയോഗിച്ച ശേഷം തന്നെ അപ്പം തന്നെ അത് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെക്കുക. പിന്നെ ഏറ്റവും പ്രധാനം ഇതിൻ്റെ എക്സ്പയറി നോക്കി മാത്രം ഉപയോഗിക്കുക. 3 വർഷം വരെയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന സമയം. കാരണം ഇതൊരു സുപ്താവസ്ഥയിൽ ഇരിക്കുവാണ് നമ്മളുടെ കയ്യിൽ കിട്ടുമ്പോൾ. അത് വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് പെട്ടെന്ന് വളരുകയും അതവിടെ പെറ്റുവരികയും അതോടൊപ്പം തന്നെ അത് ഇങ്ങനെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അതായത് ബയോ ഗാർഡും ബയോ ക്യൂർ പ്ലസും. പിന്നെ നമ്മൾ ഈ ബയോ ഗാർഡ് ഉപയോഗിക്കുമ്പോൾ മണ്ണിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു 5 ml ബയോ സ്ട്രൈക്കിൻ്റെ കൂടെ ബയോ ഗാർഡ് 15 ml ചേർത്ത് മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പം സ്പ്രേ ചെയ്യാനാണെങ്കിൽ 5 ml ബയോ സ്ട്രൈക്കിൻ്റെ കൂടെ 15 ml ബയോ ഗാർഡ് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇല മുഴുവനായിട്ട് ഇലകളിലും അടിയിലും മുകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഞാൻ പറയുന്ന കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അവർക്ക് നിറയെ ചാണകം ഇങ്ങനെ ബൾക്കായിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ അപ്പം ഈ കുണ്ടളപ്പിൾ എന്ന് പറഞ്ഞ മാറുന്നതാണ്. അതിന് നമ്മൾ ഒരു മിനിറ്റ്, അതിന് എനിക്ക് ഇടയ്ക്ക് ബ്രേക്ക് ആയി പോകുന്നുണ്ട്. എന്നാലും എനിക്ക് കാര്യം മനസ്സിലായി. കുണ്ടളപ്പുഴുക്കളുടെ പ്രശ്നം ചാണകത്തിലുണ്ടെന്നുള്ളതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതെ അതെ. അതിന് നമുക്ക്
കോഴിക്ക് അങ്ങനെ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അതിന് ഒരു കുഴപ്പമില്ലെന്നാണ് അവർ പറയുന്നത്. അയ്യോ അതിന് തീർച്ചയായും അതായത് ഈ കുണ്ടളപ്പുഴുക്കൾ വരുമ്പോൾ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെങ്ങിന്റെ ചോട്ടിലോ അല്ലെ കവുങ്ങിന്റെ ചോട്ടിലോ ഒക്കെ ഡയറക്റ്റ് കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് അടിയിൽ കൂടി കയറി ആ തെങ്ങ് എത്രയോ ആളുകൾ പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം തന്നെ ആരാണ്ട് ഒരു പിക്ചർ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അടിയിലത്തെ വേരുകളിൽ കൂടി നശിപ്പിച്ചു. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇളവാങ്കോ അതിൽ വലിയ കമ്പിയോ വല്ലതും കൊണ്ട് എന്താ ആ കൂട്ടിയിട്ടിരിക്കുന്ന ചാണകത്തിന്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 3-4 കുഴി കുഴിക്കുക, മനസ്സിലായോ? എന്നിട്ട് നമ്മുടെ ബയോഗാർഡ് എത്രയാ 30 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി, 30-40 ആയാലും കുഴപ്പമില്ല, എന്നിട്ട് ആ കുഴികളിലേക്ക് ഒഴിച്ച് മൂടിക്കൊടുക്കുക. അപ്പൊ അത് അവിടെ കടന്ന് ഇങ്ങനെ 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 നമുക്കറിയാം, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ പെരുകി 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 അപ്പുറത്തോട്ടെല്ലാം പോയി ആ അതിനകത്തുള്ള നമുക്കത് മുകളിൽ തന്നെ വന്ന് ചത്ത് കിടക്കും. നമ്മൾ ഒരു 2 ദിവസം കഴിയുമ്പോൾ ഒരു 48 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ മുകളിൽ തന്നെ അതുങ്ങൾ ഇങ്ങനെ ഓടി വന്നിട്ട് മുകളിൽ ചത്ത് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതപ്പോൾ അതങ്ങനെ നിർബന്ധമായിട്ട് ചെയ്തേച്ചേ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഈ കുടലപ്പുഴുക്കളെ നശിപ്പിക്കുന്ന രീതി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ വളകുഴിയില് ശരിക്കും ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകും. ഇത് ഞാൻ പറഞ്ഞപ്പോഴത്തെ ഒരു നമുക്കിത് കോഴിക്കും കൂടെ ആഹാരം. ഇത് കോഴികൾക്ക് ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലേക്ക് കൊടുക്കുമ്പോ ഇതൊരു പ്രശ്നമാണേ. അത് മാത്രമല്ല മാഡം, അവരുടെ വീട്ടിലെ തെങ്ങ് പോയി, തൊട്ട് അയലോക്കത്തെ തെങ്ങ് പോയി, എല്ലാം അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ചാണകമുള്ള വീട്ടില് എന്തായാലും കൊണ്ടുള്ള പുഴുക്കൾ വരും. അത് ചെല്ലിയും വരും. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്ത് നിർബന്ധമായിട്ട് ചെയ്യുക. ആളുകളിലേക്ക്, അതായത് കാര്യകാരണ സഹിതം മനസ്സിലാക്കി ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ. ആളുകൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാകത്തില്ല, അത് അങ്ങനെ ചെയ്താൽ. പക്ഷെ ഇങ്ങനെ ചെയ്തുമ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ ചാണകത്തിന്റെ മുകളിൽ ഇങ്ങനെ ചത്ത് കിടക്കണ കാണാൻ പറ്റും. അങ്ങനെ കാണുമ്പോഴാണ് അവർക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ഈ നമ്മളുടെ കയ്യിൽ തന്നെ എത്ര പേര് വന്ന് ഈ പുഴുക്കള്, അതായത് ഇതുങ്ങൾ മെച്യൂർ ആകുന്നത് തന്നെ നേരെ അങ്ങോട്ട് ശരിക്കും ഒരു തെങ്ങിന്റെയോ അല്ല കവുങ്ങിന്റെയോ ചോട്ടിക്കൊണ്ട് ഇത് കൊടുക്കുമ്പോൾ അതുങ്ങൾ പെട്ടെന്ന് അവിടെ കിടന്നങ്ങ് കയറി പോയി വരും. അത് സ്വാഭാവികമാണ്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ ഇതിനെക്കുറിച്ച്? QR+ അതോടൊപ്പം തന്നെ ബയോഗാർഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബയോസ്ട്രൈക്കും ബയോഗ്രോത്തും ഉപയോഗിക്കുന്ന രീതിയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹലോ, പറഞ്ഞോളൂ. കേക്കാവോ? കേക്കാം. ഞാന് ഒരു തെങ്ങിനൊരു കുറെ തെങ്ങുള്ള ഒരാളാണ്. അപ്പം 2 തെങ്ങിന് മാത്രമായിട്ട് ഒരു വേര് അഴുകല് പോലെ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് നമുക്ക് പിന്നെ QR+ന്റെ ഒക്കെ തെങ്ങിന് പറയാൻ പറ്റുമോ? അതായത് വേര് അഴുകലാണോ അതല്ലെങ്കിൽ വേര് പുഴുവാണോ? അതാ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞ രോഗമാണോ? അതായത് ഒരു മിനിറ്റ്, വേര് അഴുകുന്നത് ചിലപ്പം ഫംഗസ് കൊണ്ടാകാം, അല്ലെങ്കിൽ വേരുപുഴുക്കൾ തിന്നിട്ടും അവിടെ അഴുകും. മനസ്സിലായോ? 2 കാരണങ്ങൾ കൊണ്ടും അഴുകുന്നതാണ്. വേരഴുകൽ വരുന്നത് 2 കാരണം, ഫംഗസ് കൊണ്ട് വരുന്നത് കൊണ്ട്, അതോടൊപ്പം തന്നെ ഈ പുഴുക്കള് തിന്ന് നശിപ്പിക്കുമ്പോൾ അതും നമ്മൾ നോക്കുമ്പോൾ അഴുകി അതായത് അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടു അതിനവിടെ നിന്ന്, അപ്പൊ അത് അഴുകിപ്പോകും. അപ്പൊ ഇത് രണ്ടിനും എന്താണെന്നുള്ളത് ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് ചെയ്യണം. പിന്നെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അത് ഇതല്ലെങ്കിൽ മറ്റേതായിരിക്കും. അത് അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ അത് കണ്ടറിയാൻ പറ്റും, തുറന്ന് നോക്കിയാൽ കണ്ടറിയാന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച അവർക്ക് QR+ പറയാനായിട്ട് പറ്റുമോ? പറഞ്ഞോ. വേറെ അഴുകലിന് അതായത് ഇപ്പം ഒരു കീടം വന്ന് വേരുപുഴു വന്ന് അത് നശിപ്പിച്ചാലും പിന്നെ അത് അഴുകും. ഈ അഴുകുന്നത് അവിടെ ഫംഗസ് വരുന്നത് കൊണ്ട്, മനസ്സിലായ? വേരുപുഴു വന്ന് നശിപ്പിച്ചു കഴിഞ്ഞാൽ വേരുപുഴു പോയാലും അഴുകുന്നത് ഫംഗസ് കൊണ്ട്. അതാണ് നമ്മളിപ്പോ ശരിക്കും ഒരു ചെല്ലി ഇതിനകത്ത് കയറി
അത് നശിപ്പിച്ച് കഴിഞ്ഞിട്ട് ഉടനെ അവിടെ ഫംഗസ് വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഫംഗിസൈഡും കൂടി കൊടുക്കണം. അഴുകല് ഈ അകത്ത് ചെമ്പജല്ലിയൊക്കെ വന്ന് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ രണ്ടും കൂടി കൊടുക്കണം. ഹലോ മാഡം. ഹലോ, പറഞ്ഞോളൂ. ഇത് വാഴയ്ക്ക് എങ്ങനെയാണ് ഒഴിക്കേണ്ടത്? വാഴ ചോട്ടിലാണ് ചേർത്തി ഒഴിക്കുകയാണോ വേണ്ടത്? അതായത് വാഴയ്ക്ക് എവിടെയാണ് പ്രശ്നം? ഏതാണ് ഇപ്പൊ വാഴയുടെ ഇപ്പൊ കൂമ്പ് ചീയല്, അതോടൊപ്പം തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളാണ് കൂമ്പില് നമുക്ക് ആ കവിളിൽ ഒഴിച്ചു കൊടുക്കണം. അല്ല തട അഴുകുന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ആണെ വേരിൽ മണ്ണിൽ കൊടുക്കണം. അതായത് ഇല ചീയല് വെറും ഇല ചീയലായിരിക്കത്തില്ല, അത് ഒന്നുകിൽ വേരിൽ കൂടി പ്രശ്നം ഉണ്ടായത് കൊണ്ടാകാം. പിന്നെ കൊക്കാൻ രോഗം, അങ്ങനെ ഒത്തിരി രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾ കൊണ്ടും ആകാം. അപ്പം അത് ആ വേരൊന്ന് ജസ്റ്റ് നോക്കണം, ഫ്രഷ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ മൊത്തം ചെടി പറിച്ച് നോക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തോണ്ടി നോക്കുമ്പോൾ അവിടെ വേര് ഉണ്ടോ. കാരണം ഈ വാഴേനെ സംബന്ധിച്ചിടത്തോളം വേര് പുഴുക്കൾ വന്ന് ആ വേര് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ഇലകൾക്ക് ഒരു മഞ്ഞളിപ്പായിട്ട് നിൽക്കുന്നതായിട്ടാ തോന്നുള്ളൂ. പക്ഷെ ആക്ച്വലി സംഭവിക്കുന്നത് ഈ വേര് പുഴുക്കൾ വേര് മുഴുവൻ തിന്ന് വേരവിടെ കാണത്തില്ലായിരിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ട കേസുകളാണ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്നാ പിന്നെ മറ്റേത് തന്നെയായിരിക്കും പ്രശ്നം. സ്പ്രേ ചെയ്താൽ മതിയോ? സ്പ്രേ ചെയ്താൽ മതി വെച്ച് കഴിഞ്ഞാൽ 3 പ്രശ്നങ്ങൾ കൊണ്ടാകാം. ഒന്ന് ഫംഗസ് കൊണ്ടാകാം. രണ്ടാമത്തെ കാര്യം മണ്ണില് പൊട്ടാസ്യവും അതോടൊപ്പം തന്നെ മഗ്നീഷ്യവും കുറഞ്ഞാലും മഞ്ഞ നിറം വരാം ഇലകൾക്ക്. മനസ്സിലായോ? ഇലകൾക്ക്. പിന്നെ സിഗാട്ടോക്ക എന്ന് പറഞ്ഞൊരു രോഗം ഉണ്ടെങ്കിലും വരും. ഇങ്ങനെ അതായത് കീടം വന്നാലും വരും, പോഷണത്തിന്റെ ലഭ്യത കുറഞ്ഞാലും വരും, അതോടൊപ്പം തന്നെ രോഗം വന്നാലും വരും. അപ്പൊ അത് ഏതാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുക. ഇത് രണ്ടും കൂടി അടിച്ചു കൊടുത്താൽ ശരിയാവുമോ? രണ്ടും കൂടി അടിക്കാനൊക്കെ ചെയ്യാം.